നമസ്കാരം. നമ്മളെല്ലാവരും കാത്തിരുന്ന ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ പരീക്ഷയുടെ എക്സാക്ട് ഡേറ്റ് വന്നില്ലെങ്കിലും എപ്പോഴാണ് ഏറെക്കുറെ പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഇന്റിമേഷൻ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്ന് വന്നിരിക്കുന്നു. ഇന്ന് 17-ാം തീയതിയാണ് ഒരു ഇന്റിമേഷൻ വന്നിരിക്കുന്നത്. ആ ഇന്റിമേഷൻ ഇങ്ങനെയാണ്: റിട്ടൺ ടെസ്റ്റ് ഫോർ സെലക്ഷൻ ടു ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ്. അതിന്റെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻ ദി ഹൈക്കോർട്ട് ഓഫ് കേരള ഈസ് ഷെഡ്യൂൾഡ് ടു ബി കണ്ടക്ടഡ് ടെന്റേറ്റീവ്ലി ഓൺ ദി ലാസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ 2024. അപ്പോൾ 2024 ഒക്ടോബർ അവസാന വീക്കിലാണ്, ലാസ്റ്റ് വീക്കിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത് ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് നമുക്കൊരു 10 ഡേയ്സ് ഇനി കൂട്ടാം, അല്ലെങ്കിൽ 15 ഡേയ്സ് കൂട്ടാം. ആ 15 ഡേയ്സ് ഉണ്ട്. സെപ്റ്റംബർ മാസം 30 ദിവസം കിട്ടും, അപ്പോൾ 45 ദിവസമായി. പിന്നെ ഒക്ടോബറും നിങ്ങൾ ഒരു 25 അല്ലെങ്കിൽ 20 ഡേയ്സ് കൂട്ടിക്കോളൂ. വേറെക്കുറെ 50+ ഡേയ്സ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. 60 ഡേയ്സ് എന്തായാലും ഇല്ല. ആ ഒരു 50 ഡേയ്സിന് ഷെഡ്യൂൾ ഉണ്ടാക്കി പഠിക്കേണ്ട സമയമായിരിക്കുന്നു. ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ചായി. നോട്ടിഫിക്കേഷൻ വന്ന് ഏറെക്കുറെ നമുക്ക് ഒരു 6 മാസത്തോളം സമയം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും 6 മാസത്തോളം സമയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒക്ടോബർ അവസാനത്തോടു കൂടി പരീക്ഷ നടക്കുമെന്നുള്ള കൺഫർമേഷൻ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. എല്ലാ ഉദ്യോഗാർത്ഥികളും LDC, ഡിഗ്രി പ്രിലിംസ് അടക്കമുള്ള മറ്റു പല പരീക്ഷകളും ഇടയ്ക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളുടെയും ശ്രദ്ധ ഹൈക്കോടതിയിൽ നിന്ന് മാറി അതിലോട്ട് പോയിരുന്നു. അപ്പൊ തിരിച്ച് വീണ്ടും ഈ ഒരു ഹൈക്കോടതിയുടെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അതിന്റെ ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് വേണ്ട രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ നടത്താനുള്ള സമയമായിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റുള്ള പരീക്ഷയിൽ വ്യത്യസ്തമായിക്കൊണ്ട് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യമുള്ള 50 മാർക്കോളം ഇംഗ്ലീഷുള്ള, അതിന് പുറമെ ഇംഗ്ലീഷ് ടെസ്റ്റ്, ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്റ്റീവ് കൂടെ ചേർന്നുള്ള, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രസിയും അതുപോലെ തന്നെ ആണെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷനും എസ്സേയും കൂടെ ചേർന്ന് വരുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കൂടെ ഉൾപ്പെടുന്ന ഒരു പരീക്ഷയാണ് ഇതിന്റെ പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ഉദ്യോഗാർത്ഥികളും ഒക്ടോബർ അവസാനത്തിൽ പരീക്ഷയുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ വീണ്ടും പഠനം ആരംഭിക്കുക. പരീക്ഷയ്ക്ക് 3 ആഴ്ച മുമ്പാണ് ഇതിന്റെ ഹാൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാകുക എന്നും കൂടെ ഈ ഒരു ഇന്റിമേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ചലഞ്ചർ ആപ്പിൽ ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് 19-ാം തീയതി നമ്മളെ ഹൈക്കോടതിന്റെ പുതിയ ക്രാഷ് ബാച്ച്, ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ്. 50 ഡേയ്സ്, 50 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് ബാച്ച് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് രണ്ടും കൂടി ചേർന്നുള്ള ഒരു ബാച്ച് ആയിരിക്കും ഇത്. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഞാൻ അതിലൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. താങ്ക് യു.